ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിടുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നെയിം കേക്കിൽ എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ നെയിം നമ്മൾ എഴുതുമ്പോൾ കേക്കിൽ നിന്നും അല്പം പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പൈപ്പിംഗ് ബാഗ് പിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിനൊരു താങ്ങും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ഫ്ലോയിൽ അങ്ങനെ വന്നോളും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ സീവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സീവ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിസ്കോ പോർക്കോ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള കപ്പിൻ്റെ അരക്കപ്പിനേക്കാൾ കൂടുതൽ, അരക്കപ്പാണ്, അത് കുമിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നത്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ടൈമിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോയാൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കുറഞ്ഞു പോയാൽ അല്ല, കൂടിപ്പോയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒറ്റയടിക്ക് തന്നെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3-4 പ്രാവശ്യമാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ മുഴുവനും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് യൂസ് ചെയ്യണം. മിൽക്ക് നമുക്ക് കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എനിക്കിവിടെ 1.5 ടേബിൾ സ്പൂൺ മിൽക്കിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അതും നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടിന്നിൽ നമ്മൾ എപ്പോഴും ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ആദ്യം തന്നെ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദയോ കോൺഫ്ലോറോ ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വളരെ നല്ലതായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒന്നുമില്ലാതെ ഈ ഒരു ടിന്നിലോട്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിമോൾഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകിൽ ബട്ടർ പേപ്പർ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം അത് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലെയേഴ്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക, നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പിൽ ഞാൻ ഇവിടെ നമ്മുടെ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും, നമ്മുടെ ബേക്കറി സ്റ്റൈൽ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്കിന് വരുന്നത്. ചില ആളുകൾക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആഡ് ചെയ്യണ്ട. അല്ലാത്തവർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ കേക്ക് നല്ല പോലെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിന്മേൽ നെയിം എഴുതാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 40ാമത്തെ ദിവസമാണ് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു
ആ 40ൻ്റെ അന്നത്തെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മിച്ചു എന്നാണ് കുട്ടിയുടെ പേര് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നെയിം എഴുതുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ തൊട്ട് പിടിക്കരുത്. അപ്പോൾ നമ്മുടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് കട്ടയായി പോകും. നമ്മുടെ ആ ഒരു ഹോള് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഹോളിൻ്റെ അവിടെ അത് കേക്കിൽ മുട്ടിപ്പോയാൽ, കാരണം നമ്മുടെ ക്രീമൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ തണുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ്സ് കട്ടയായി പോകും, ഉറച്ചു പോകും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നെയിം എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പൊക്കി വേണം നമ്മുടെ പൈപ്പിംഗ് ബാഗ് പിടിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതുപോലെ ഞാനൊരു പാത്രം വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൗണ്ടിനനുസരിച്ച് നമ്മൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നോസിലാണ്. നമ്മുടെ 100ൻ്റെ 8 നമ്പർ നോസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഇഫക്റ്റാണ്. പക്ഷേ ഇത് നല്ല വലിപ്പം ഉണ്ട് എന്ന് മാത്രം. 100ൻ്റെ 8 നമ്പർ നോസിൽ ഇതുപോലെയാണ് നമുക്ക് വരുന്നത്, ചെറുതായിരിക്കും അത്. അതിൻ്റെ നേരെ വലിയ ഒരു നോസിലാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചോക്ലേറ്റ്സ് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം നമ്മുടെ ചോക്ലേറ്റ്സ് വെച്ചിട്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു നടുഭാഗം തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വളരെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ താഴ്ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റിൽ നമ്മുടെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൊത്തത്തിലൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഒരു ഡിഫറെൻറ്റ് ലെവലിലേക്ക് വരും. നല്ല ഒരു കാണാനൊക്കെ നല്ല ലുക്കായിരിക്കും. ഇനി നമ്മളിതിന് ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ചെറീസും കൂടെ ഇതിന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ റൗണ്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മുടെ ആ ഒരു ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്ത് നമ്മൾ ചെയ്ത ആ ഒരു ആദ്യം നമ്മൾ ബോർഡർ പോലെ ചെയ്തത് കാണില്ല, അതിലേക്ക് നല്ല പോലെ സെറ്റായിട്ടിരിക്കും നമ്മുടെ ചെറിയും. അപ്പോൾ നല്ല ഒരു ഭംഗിയായിരുന്നു, ഇത് കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഡെക്കറേഷൻസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല നല്ല വീഡിയോസ് ഇടാൻ ഇനിയും എനിക്ക് കഴിയട്ടെ എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും, ഇതുവരെയുള്ള സപ്പോർട്ടിനും താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ഈ ഒരു ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനിയും നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.